ഹായ് 2025 ജൂൺ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 2 വീഡിയോ നമുക്ക് നോക്കിയാലോ. വാ. ഒന്ന്, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് ബ്രിഡ്ജ് നമ്മുടെ ഇന്ത്യയിൽ 2025 ജൂൺ 6-ാം തീയതി പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ചെനാബ് നദിയിൽ നിന്നും 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാലത്തിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 1315 മീറ്റർ ആണ്. 2, പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി കരോൾ നവറോസ്കി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. 3, മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി CR പ്രസാദിനെ നിയമിച്ചിരിക്കുകയാണ്. 4, അടുത്തിടെ മഞ്ഞുമല വീണ് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇല്ലാതായ സ്വിസ് ഗ്രാമമാണ് ബ്ലാറ്റൺ. 5, ഇരുട്ടിലും കാണാൻ പറ്റുന്ന ഇൻഫ്രാറെഡ് കോൺടാക്ട് ലെൻസ് ചൈന അടുത്തിടെ നിർമ്മിച്ചിരിക്കുകയാണ്. 6, യുണൈറ്റഡ് നേഷൻ ഓഷ്യൻ കോൺഫറൻസിന്റെ 3ാമത്തെ എഡിഷൻ 2025 ഫ്രാൻസിലെ നീസിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. 7, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായുള്ള MSC ഐറീന നമ്മുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പോർട്ടിൽ എത്തിയിട്ടുണ്ട്. 8, 72ാമത്തെ മിസ് വേൾഡായി തായ്ലാന്റിന്റെ ഒപാൽ സുജാതയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു മത്സരം ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഹൈദരാബാദിൽ വെച്ചിട്ട് ഈ ഒരു മിസ് വേൾഡ് ഇവന്റ് നടക്കുന്നത്. ബട്ട് ഇന്ത്യയിൽ വെച്ചിട്ട് 3ാമത്തെ തവണയാണ്. ഹൈദരാബാദിൽ ആദ്യമായിട്ടും എന്നാൽ ഇന്ത്യയിൽ വെച്ചിട്ട് 3ാമത്തെ തവണയുമാണ്. തായ്ലാന്റിന്റെ സുജാത ഒപാൽ എന്ന് പറയുന്ന ഈ ഒരു വനിത ആദ്യമായിട്ട് തായ്ലാന്റിന് വേണ്ടിയിട്ട് മിസ് വേൾഡ് കിരീടം സ്വന്തമാക്കുന്ന വനിത കൂടിയാണ്. 9, 18ാമത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു നേട്ടം അവർ സ്വന്തമാക്കിയത്. 10, പായുവഞ്ചിയിൽ ലോകം കറങ്ങിയ ആദ്യ ഇന്ത്യൻ വനിതകളായി കോഴിക്കോടുകാരിയായുള്ള K ദിൽസിനെയും പുതുച്ചേരിക്കാരിയായുള്ള A രൂപയും മാറിയിരിക്കുകയാണ്. 11, UN ജനറൽ അസംബ്ലിയുടെ 80ാമത്തെ പ്രസിഡന്റായിട്ട് ജർമ്മനിയുടെ അനലീന ബാർബോക്ക തെരഞ്ഞെടുക്കപ്പെട്ടു. 12, നമ്മുടെ കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ നവരത്ന പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. 13, ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് താപ്പർ അടുത്തിടെ അന്തരിച്ചിരിക്കുകയാണ്. 14, ഫ്രഞ്ച് ഓപ്പൺ 2025 സിംഗിൾസ് അവസാനിച്ചിരിക്കുകയാണ്. മെൻ സിംഗിൾസിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കറാസും വുമൺ സിംഗിൾസിൽ അമേരിക്കയുടെ കൊക്കോ ഗാഫുമാണ് വിജയിച്ചിരിക്കുന്നത്. 15, യുഎഫ നേഷൻസ് ലീഗ് കപ്പ് 2025 വിജയികളായിട്ട് പോർച്ചുഗൽ മാറിയിരിക്കുകയാണ്. താങ്ക് യു.